ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഞാനിവിടെ ഒരു 2 സവാള ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിച്ചിട്ട് നിങ്ങൾക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇനി കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉള്ളി ഒന്ന് മൂത്ത് കിട്ടും. അപ്പോൾ ഉള്ളി ഒന്ന് വഴന്ന് വന്നതിന് ശേഷം വേണം നമ്മളിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ആ ഒരു ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ കൂടുതലായിട്ട് ചേർക്കുക. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ടും കൂടെ ഒരുമിച്ച് ചതച്ചെടുത്തിട്ടുള്ള പേസ്റ്റാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇഞ്ചി വെളുത്തുള്ളിൻ്റെ ആ ഒരു പച്ചമണക്ക് മാറി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ചിക്കൻ മസാലയാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. ചിക്കൻ മസാല പറഞ്ഞാൽ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് ഇതൊക്കെ കൂടെ ചേർത്തിട്ട് നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയാണ് ചേർത്തിട്ടുള്ളത്. ഇനി കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചിക്കൻ വേവിച്ചിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ചിക്കൻ വേവിച്ച സമയത്ത് കുറച്ച് മഞ്ഞളും ഉപ്പും മുളകും കൂടെ ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതിനുശേഷം അതിൻ്റെ എല്ലൊക്കെ ഒന്ന് മാറ്റിയിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുള്ളതാണ്. ഈ ചിക്കന് പകരം നിങ്ങൾക്ക് ബീഫ് വേണമെങ്കിലും ഇതേ രീതിയിൽ തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പം ബീഫോ ചിക്കനൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇറച്ചിയിൽ ഉപ്പുണ്ട്, നമ്മൾ ഉള്ളി വഴറ്റിയ സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പ് വേണമെന്ന് ലാസ്റ്റ് നോക്കിയിട്ട് ചേർത്താൽ മതി. അപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. ചൂടാറുന്ന സമയം കൊണ്ട് നമ്മൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു 6 കോഴിമുട്ട ഒന്ന് പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. ഇതിലേക്കുള്ള ഒരു അളവാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഈ കോഴിമുട്ട നമ്മൾ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ ഗരം മസാലയും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കണം. മുട്ട അടിച്ചെടുക്കുന്ന സമയം തന്നെ നമ്മൾ ഗരം മസാല ചേർത്തിട്ട് അടിച്ചെടുക്കുക. എന്നാലേ മുട്ടയുടെ ആ ഒരു പച്ചമണമൊക്കെ ഇല്ലാണ്ടിരിക്കുള്ളൂ. നല്ല പോലെ അടിച്ചെടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മളൊരു 1/2 ഗ്ലാസ് മൈദയും കൂടെ ചേർക്കുന്നുണ്ട്. മൈദ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മിക്സിയിൽ അടിച്ചെടുത്ത സമയത്ത് തന്നെ ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി. ഞാനിപ്പം മൈദ ചേർത്തിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. മിക്സിയിലേക്ക് തന്നെ ചേർക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. ഇനി മൈദ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ചൂടാറിയിട്ടുള്ള ആ ഒരു ചിക്കൻ്റെ ആ ഒരു മസാല ഉണ്ടല്ലോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചിക്കൻ മസാല നന്നായിട്ട് ചൂടാറിയിട്ട് വേണം നമ്മൾ ചേർക്കാനായിട്ട്. അത് നേരത്തെ ഉണ്ടാക്കി റെഡിയാക്കി വെക്കുക. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് പാകമാണോ എന്നൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ ഉപ്പ് പാകമാണോ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. മുട്ടയിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, മസാലയിലും ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം കുറച്ചും കൂടെ ഒന്ന് കുരുമുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് ഒരുപാട് വേണ്ട എന്നുള്ളവരാണെങ്കിൽ ചേർക്കണ്ട. ഒരു ഫ്ലേവർ ഇഷ്ടമാണ് ഈ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി പാനൊന്ന് ചൂടാക്കിയിട്ട് ഓയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലും കുറച്ച് ഒഴിച്ചിട്ടൊന്ന് നമ്മൾ ഈ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലാ ഭാഗവും ഒരേപോലെ ഒന്ന് നിരത്തിയെടുക്കുക. കാരണം എല്ലാ ഭാഗത്തേക്കും ഒരേ രീതിയിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് നമ്മളിതൊന്ന് അടച്ചു വെച്ചതിന് ശേഷം വേറൊരു പഴയ പാനിൻ്റെ മുകളിലായിട്ടാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. നേരെ തീയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ മുട്ട ചേർത്ത് കാരണം തന്നെ അടി പെട്ടെന്ന് കരിഞ്ഞു പോകും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാനിൻ്റെ മേലെ കയറ്റിയിട്ട് അടച്ചു വെക്കുക. കുറച്ച് മല്ലിയില വെച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഒരു ചെറിയ തീയിലാണ് ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഒരു 10 മിനിറ്റ് ആയപ്പോഴേക്കും സാധനം റെഡി ആയിട്ടുണ്ട്. കുറച്ച് കനത്തിലുള്ള ചെറിയ പാത്രമാണെന്നുണ്ടെങ്കിൽ കനത്തിലാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചിലപ്പോൾ സമയം എടുക്കും. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നെയ്യോ ഓയിലോ എന്തെങ്കിലും ഒഴിച്ചിട്ട് തിരിച്ചിട്ട് കൊടുത്താലും മതി. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചി കേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.